സുന്ദരീസ് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ നെയിൽ ഗ്രോത്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോണത്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞങ്ങൾക്കൊരു ഒരു വീഡിയോ ചെയ്യാണ്ടാവുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, കഴിഞ്ഞ 5 വർഷമായിട്ട് എന്നെ കാണുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ നഖം എപ്പോഴും പൊട്ടി 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 പോവാണ് പതിവ്. എന്നുവെച്ചാൽ വളരാറേ ഇല്ല. കുറച്ച് വളർന്നാലും പിന്നീട് അത് പൊട്ടിപ്പോവും. ഒരിക്കലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 5-6 വർഷത്തിനിടെ ഇത്ര വളർന്നിട്ടേ ഇല്ല കേട്ടോ. ആകെ എൻ്റെ ലൈഫ് ലോങ് നോക്കുകയാണെങ്കിൽ ഞാൻ നഖം വളർത്തിയിട്ടുള്ളത് എൻ്റെ കല്യാണ സമയത്താണ്. അതും ലെഫ്റ്റ് ഹാൻഡിൽ മാത്രമാണ്, റൈറ്റ് ഹാൻഡിൽ വളർത്തിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി വളരാഞ്ഞതാണ് കേട്ടോ. പക്ഷേ ഇത്തവണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡിലും അതേപോലെ ലെഫ്റ്റ് ഹാൻഡിലും രണ്ടിലും വളർന്നിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് റിലീജിയസ് ആയിട്ട് നല്ലോണം നോക്കിയതുകൊണ്ട് അതും കൂടാണ്ട് എന്തോ ഒരു ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇത്തവണ വളർന്നിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ടിപ്സും ട്രിക്സൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം, എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഇൻ കേസ് ആരെങ്കിലും നഖം വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആവാലോ. എന്തൊക്കെ പറഞ്ഞാലും നാച്ചുറൽ നെയിൽസ് തന്നെയാണ് കേട്ടോ ഏറ്റവും ഭംഗിയായിട്ടുള്ളത്. ഞാൻ ഒരു 3-4 തവണ നെയിൽ എക്സ്റ്റൻഷൻസ് ചെയ്തിട്ടുള്ളതാണ്. അതും നല്ല രസം തന്നെയാണ് കാണാനായിട്ട്. പക്ഷെ എന്നാലും നാച്ചുറൽ നെയിൽസിൻ്റെ അത്രയ്ക്ക് ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നെയിൽ എക്സ്റ്റൻഷൻസ് വരുമ്പോൾ കുറച്ചിങ്ങനെ പൊങ്ങിയിട്ടല്ലേ വരിക, അതൊരു അഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ നെയിൽ എക്സ്റ്റൻഷൻസ് ചെയ്യുമ്പോൾ 2000 രൂപ മുതൽക്ക് 3000 രൂപ വരെയൊക്കെ ആവും. അത് നല്ല സ്ഥലത്ത് ഒരു ബേസിക് ആയിട്ടുള്ളതാണെങ്കിൽ ചിലപ്പോൾ 1500 പറ്റും കേട്ടോ. അത് ശരിക്കും ഒരു 1 മാസം to 1.25 മാസം വരെയൊക്കെ നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ നഖം വളർത്താൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എല്ലാവർക്കും പറ്റണമെന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇത്രയും കാലമായിട്ട് എൻ്റെ നഖം വളർന്നിരുന്നേ ഇല്ല. വളർന്നാൽ തന്നെ അത് പൊട്ടി 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 പോവുമായിരുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? എന്തോ ഒരു ജീവിയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ നഖം നല്ലോണം വെട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലോണം വെട്ടി നല്ലോണം ക്ലീനാക്കി. ക്യൂട്ടിക്കിൾസ് ഒക്കെ ഇല്ലേ, ക്യൂട്ടിക്കിൾസ് എല്ലാം നന്നായിട്ട് പുഷ് ചെയ്ത് വെച്ചു. അതിനായിട്ട് നമുക്ക് സാധാരണ നെയിൽ കിറ്റ് വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം. അത് ഞാൻ ആമസോണിൽ നിന്ന് പറഞ്ഞാൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിട്ട് ഞാൻ മേടിച്ച നെയിൽ കെയർ കിറ്റ് എന്നോ എന്ത് വേണമെങ്കിലും ആവാം. ഇത് ബേസിക്കലി എന്താ വെച്ചാൽ നെയിൽ കട്ടർ ഉണ്ട്, സിസേഴ്സ് ഉണ്ട്, ഫൈലർ ഉണ്ട്, പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. നമ്മുടെ പവനായുടെ കിറ്റ് പോലെ ഉണ്ടല്ലോ, മറ്റേ പെട്ടിയൊക്കെ തുറന്നിട്ട് കാണിക്കില്ലേ, അതുപോലെ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണം. പക്ഷേ ഇത് വേണമെന്നൊന്നുമില്ല, നമുക്ക് സാധാരണ ഒരു നെയിൽ കട്ടറില്ലേ വീട്ടിൽ, അത് വെച്ചിട്ടാണെങ്കിലും മതി. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്താ വെച്ചാൽ ഫൈലർ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നഖമൊക്കെ വെട്ടി ഞാൻ ഇങ്ങനെ ഫൈൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ ക്യൂട്ടിക്കൽ പുഷറില്ലേ, അതെവിടെ ഞാൻ അവിടെ വെച്ചിരിക്കാന്ന് തോന്നുന്നു. അത് വെച്ചിട്ട് ഈ ക്യൂട്ടിക്കിൾസിൻ്റെ ഭാഗമില്ലേ നന്നായിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുക. അത് ഭയങ്കര നല്ല കാര്യം കേട്ടോ. ഈ ക്യൂട്ടിക്കിൾസ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ എനിക്കെന്തോ അത് ഒരു അഭംഗിയാണ്. അത് മാത്രമല്ല നെയിൽ പോളിഷ് ഇടുമ്പോഴും ഒന്നും ഒരു രസമായിട്ട് തോന്നാല്ലേ. ഒന്ന് പുഷ് ചെയ്ത് വെച്ചാൽ വളരെ നല്ലതായിരിക്കും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഫിനിഷ് ഉണ്ടാവും. അങ്ങനെ നഖമൊക്കെ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ റെഗുലറായിട്ട് ചെയ്തിരുന്ന 2-3 ഹോം റെമഡീസ് പറയാം. ഒന്ന്, വെളിച്ചെണ്ണ. എല്ലാ ദിവസവും രാത്രി വെളിച്ചെണ്ണ നന്നായിട്ട് നഖത്തിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് അങ്ങനെ കിടന്നുറങ്ങും കേട്ടോ. എല്ലാ ദിവസവും രാത്രി ചെയ്യാറുണ്ട്. അത് ഞാൻ സ്കിപ്പ് ചെയ്യാറേ ഇല്ല. കഴിഞ്ഞ 1-2 മാസമായിട്ട് റെഗുലറായിട്ട് ഞാൻ ചെയ്യണതാണ് കേട്ടോ. ഇടയ്ക്ക് ഈ നാട്ടിൽ വന്നിട്ടുള്ള തിക്കുന്നേർക്കും ബഹളത്തിൽ മിസ് ചെയ്യുന്നുള്ളതല്ലാണ്ട് മാക്സിമം ഞാനത് ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്യും. ഇടയ്ക്കൊന്ന് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല, എന്നാലും ആഴ്ചയിൽ ഒരു 3 തവണ 4 തവണ എന്തായാലും അത് റെഗുലറായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. വെളിച്ചെണ്ണ ഭയങ്കര നല്ലതാണ്. നമ്മൾ നെയിൽസൊക്കെ ഗ്രോ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്തത് നമ്മുടെ ലെമൺ ഇല്ലേ, അതായത് നാരങ്ങയുടെ അങ്ങനെ ജ്യൂസ് എടുക്കണമെന്നൊന്നുമില്ല. നമ്മുടെ നാരങ്ങ പിഴിഞ്ഞിട്ട് തൊണ്ടില്ലേ, അതിൻ്റെ തൊണ്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് നഖത്തിൻ്റെ അവിടെ ക്യൂട്ടിക്കിൾസിൻ്റെ അവിടെയും ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതും ഭയങ്കര നല്ലതാണ് കേട്ടോ. നഖം വളരാനും അതുപോലെ തന്നെ നഖത്തിന് കുറച്ചുകൂടി ബലം കിട്ടാനും ഒക്കെ നല്ലതാണ്. ഇൻടേക്കാണ് മെയിൻ, അതിലേക്ക് നമുക്ക് പിന്നെ കടക്കാം. പക്ഷെ എന്നാലും ഞാൻ പറയാം, പുറമെ അപ്ലൈ ചെയ്യുമ്പോഴും വളരെ നല്ലതാണ്. നമുക്ക് ലെമൺ ജ്യൂസ് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യണമെന്നില്ല കേട്ടോ. ജസ്റ്റ് അതിൻ്റെ തൊണ്ടില്ലേ, നാരങ്ങയുടെ തൊണ്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അതിപ്പോൾ ഒരു തൊണ്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് 10 വിരലിലും ആക്കാനുള്ളതുണ്ട്, 10 നഖത്തിലും ആക്കാനുള്ളതുണ്ട്. ജസ്റ്റ് നഖത്തിലും ക്യൂട്ടിക്കിൾസിനും അവിടെ മാത്രം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. പിന്നെ മൂന്നാമത്തെ ഒരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഗാർലിക്കാണ്, വെളുത്തുള്ളി. ഇത് ഞാൻ ആക്ച്വലി നമ്മൾ നാട്ടിലേക്ക് വരണേക്കാട്ടിനും തൊട്ട് മുന്നേ പാർലറിൽ പോയിട്ടുണ്ടായിരുന്നു ഗോവയിൽ. അവിടുത്തെ കുട്ടിക്ക് നല്ല നഖം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിക്കുക എന്താ ചെയ്യാറ്. അപ്പം അത് പറയുക, ഗാർലിക്ക് ഇങ്ങനെ നുറുക്കണ സമയത്ത്, വെളുത്തുള്ളി നുറുക്കണ സമയത്ത്, അല്ലെങ്കിൽ വെളുത്തുള്ളി ഇതിന് വേണ്ടിയിട്ട് തന്നെ എടുക്കുക. എന്നിട്ട് ഒരു വെളുത്തുള്ളി എടുത്തിട്ട് അതിങ്ങനെ ഒന്ന് നമുക്ക് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് കത്തി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് ഒന്ന് നഖത്തിലും അതേപോലെ ക്യൂട്ടിക്കിൾസിന് അവിടെ
അവിടെ ഈ ക്യൂട്ടിക്കിൾസിൻ്റെ അവിടെയില്ലേ അവിടെയും നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു വെളുത്തുള്ളി ഉണ്ടെങ്കിൽ നമുക്ക് 10 നഖത്തിലും ആക്കാനുള്ളത് ഉണ്ടാവട്ടെ. ഇതും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പക്ഷേ ഇത് നമുക്ക് നഖത്തിലാക്കിയിട്ട് ഒരു 15 to 20 minutes കഴിഞ്ഞാൽ കഴുകി കളയാം. വെക്കാൻ പറ്റുമെങ്കിൽ വെച്ചാൽ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ വൃത്തിയിട്ട മണമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം നേരം വെക്കാൻ പറ്റില്ല. ഒരു 10 to 15 minutes കഴിയുമ്പോൾ തന്നെ കഴുകിക്കളയാം. ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ കുളിക്കണേക്കാട്ടിലും കുറച്ച് നേരം മുമ്പ് ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ കുളിക്കുന്ന സമയത്ത് നമ്മൾ കഴുകിക്കളയും. സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ പിന്നെ മണം ഉണ്ടാവില്ല. അങ്ങനെയായിട്ട് ഞാൻ ചെയ്യാറില്ല. അപ്പോൾ വെളുത്തുള്ളിയുടെ ഞാൻ റെഗുലറായിട്ട് ചെയ്യാറില്ല, പക്ഷെ എന്നാലും അതും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഈ 3 ഹോം റെമഡീസ് ഭയങ്കര നല്ലതാണ്, പുറമേക്കുള്ളത് വളരെ നല്ലതാണ്. പിന്നെ ഇൻടേക്കിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എടുക്കുമ്പോൾ അതിനുള്ള ഗുണം നമ്മുടെ ഫുൾ ബോഡിയിൽ കാണാൻ പറ്റും. അത് മുടിയിലാണെങ്കിലും ശരി, നെയിൽസിലാണെങ്കിലും ശരി, ഫുൾ സ്കിന്നിലാണെങ്കിലും ശരി, എല്ലാത്തിലും അതെ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നഖത്തിനും അതിൻ്റേതായ ഗുണങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കണമെന്നൊക്കെ സാധാരണ പോലെ തന്നെയാണ്, പക്ഷെ ഞാനൊരു സപ്ലിമെൻറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓസിവയുടെ സപ്ലിമെൻ്റ് ആണ് കേട്ടോ ഇപ്പോൾ കഴിക്കുന്നത്. ഹെയർ വിറ്റമിൻസ് അതിൽ എഴുതിയിരിക്കുന്നത് ബെറ്റർ ഹെയർ ഗ്രോത്ത്, ഹെയർ ഫോൾ കൺട്രോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് കഴിച്ചത്. പക്ഷേ omega-3 ഉള്ള കാരണം നഖത്തിനും നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഓസിവയുടെ എടുത്താണ്. അതല്ലെങ്കിൽ മീനെണ്ണയുടെ ഗുളികയില്ലേ 7 Seas'ൻ്റെ, അത് അങ്ങനത്തെയൊക്കെ നമ്മൾ സപ്ലിമെൻറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇതിപ്പോൾ ഞാൻ 30+ ആണെങ്കിൽ 31 വയസ്സുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സപ്ലിമെൻറ്റ്സ് എടുക്കണമെങ്കിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. ചെറിയ പിള്ളേരൊന്നും എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഈവൻ 30+ ആണെങ്കിലും നമുക്ക് ഫുഡൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിച്ച് കഴിക്കുന്നവരാണെങ്കിൽ സപ്ലിമെൻറ്റ്സിൻ്റെ ആവശ്യം ഉണ്ടാവണമെന്നില്ല. ആൻഡ് ഓൾസോ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം എടുക്കുക കേട്ടോ. ഞാൻ എൻ്റെ ഡോക്ടറോട് ചോദിച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഞാൻ ഒരിടയ്ക്ക് മീനെണ്ണയുടെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മുടിയുടെ എന്തെങ്കിലും വേണിച്ചിട്ട് മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ട് ആയപ്പോൾ ഞാൻ പിന്നെ ഈ ഓസിവയുടെ നോക്കിയതാണ്. ഓസിവ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ ഞാൻ ഈ ജിമ്മിൽ പോയിരുന്നപ്പം പ്രോട്ടീൻ പൗഡർ അവരെയാണ് കഴിച്ചിരുന്നത്. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഓസിവ എടുക്കുന്നത്. ഇൻടേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെയും പറയാണ്, ഒരാൾക്ക് വർക്കൗട്ട് ആവണത് മറ്റൊരാൾക്ക് വർക്കൗട്ട് ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എടുക്കുക കേട്ടോ. വിറ്റമിൻസ് സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കണോണ്ട് തെറ്റൊന്നുമില്ല. എസ്പെഷ്യലി 30+ ഒക്കെ ആണെങ്കിൽ എടുക്കണോണ്ട് യാതൊരു തെറ്റൊന്നുമില്ല, പക്ഷെ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം. അപ്പോൾ അടുത്തത് നമ്മൾ നെയിൽ പോളിഷ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കഴിവതും അത്യാവശ്യം നല്ല ബ്രാൻഡിൻ്റെ എടുക്കാൻ ശ്രദ്ധിക്കുക. 10 രൂപ 20 രൂപയുടെ ഒക്കെ കിട്ടില്ലേ, അങ്ങനത്തത് എടുക്കാണ്ടിരിക്കുക നല്ലത്. അത് നമ്മുടെ നഖത്തിലൊരു കളർ വീഴ്ത്തുകയും ചെയ്യും കേട്ടോ. ചില നെയിൽ പെയിൻറ്റ്സ് നല്ല ബ്രാൻഡിൻ്റെ ആണെങ്കിൽ പോലും നമ്മുടെ നഖത്തിന് ഇത്തിരി ദോഷം വരാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നൈക്കയുടെ ഒരു നെയിൽ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരു നഖത്തിനൊരു യെല്ലോ കളർ വന്നിട്ടുണ്ട്. ഒരു നെയിൽ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് എൻ്റെ നഖം പൊട്ടിയിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ബ്രാൻഡിൻ്റെ ആണെങ്കിലും ചിലപ്പോൾ അങ്ങനെ വരാം, പക്ഷെ കൂടുതലും നല്ല ബ്രാൻഡ്സിൻ്റെ അങ്ങനെ ദോഷം ചെയ്യാത്തതാണ്. അപ്പോൾ ഒരുവിധം ക്വാളിറ്റി ഉള്ള ബ്രാൻഡ്സിൻ്റെ നെയിൽ പോളിഷ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതും എപ്പോഴും ബേസ് കോട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. ബേസ് കോട്ട് നമുക്ക് നെയിൽ ഹാർഡ്നർ എന്നൊക്കെ പറഞ്ഞിട്ട് മിസ്ക്ലെയറിൻ്റെ ഒക്കെ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ നോർമൽ ബേസ് കോട്ട് ആണെങ്കിലും മതി. അതൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ ഈ നെയിൽ പെയിൻറ്റിൻ്റെ കളറ് നമ്മുടെ നഖത്തിലേക്ക് അങ്ങനെ പിടിക്കില്ല, അങ്ങനെ സ്റ്റെയിൻ ചെയ്യില്ല. അപ്പോൾ എല്ലാം കൊണ്ടും നഖത്തിന് അതൊരു പ്രൊട്ടക്ഷനാണ്. അത് മാത്രമല്ല ഈ ബേസ് കോട്ട് തന്നെ അല്ലെങ്കിൽ ടോപ്പ് കോട്ട് വേറെ മേടിച്ചിട്ട് ടോപ്പ് കോട്ട് നമുക്ക് മുകളിൽ ഇടുകയാണെങ്കിൽ നെയിൽ പോളിഷ് ലോങ് ലാസ്റ്റിംഗ് ആവാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ 2 തരത്തിലുള്ളത് യൂസ് ചെയ്യുക. അതായത് ബേസ് കോട്ടും യൂസ് ചെയ്യുക, ടോപ്പ് കോട്ടും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ടോപ്പ് കോട്ട് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് നെയിൽ പോളിഷ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ബേസ് കോട്ട് യൂസ് ചെയ്യാൻ മറക്കരുത്, കാരണം അതല്ലെങ്കിൽ നമ്മുടെ നെയിൽസിനെ ഹാം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ കുറച്ച് കാര്യങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ, പക്ഷേ ഡെഫിനറ്റ്ലി അതിൻ്റെ ഡിഫറൻസ് എൻ്റെ നഖത്തിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്കറിയില്ല എൻ്റെ നഖം എങ്ങനെയായിരുന്നു എന്നുള്ളത്, ഭയങ്കര പീക്കിരിയായിരുന്നില്ലേ. എന്നിട്ട് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് നഖം കടിക്കണതാണോ. സത്യമായിട്ട് ഞാൻ നഖം കടിക്കണതല്ല കേട്ടോ. നഖം കടിക്കണതാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വളരില്ലല്ലോ, അങ്ങനെ പൊട്ടി പോരുന്നതാണ്. ഒട്ടും കനയില്ല, ശരിക്കും ഉള്ളിത്തോടിൻ്റെ കനം എന്നൊക്കെ പറയില്ല, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എൻ്റെ നഖത്തിന്. ഇപ്പോൾ കുറച്ച് കട്ടിയുണ്ട്, ഇപ്പോഴും ഭയങ്കര ഭീകരമായിട്ടുള്ള കട്ടിയുണ്ട് എന്നുള്ളതല്ല, പക്ഷെ എന്നാലും കുറച്ചൊക്കെ കട്ടിയുണ്ട്. ഹോപ്പ്ഫുള്ളി എന്തെനിക്കിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. റൈറ്റ് ഹാൻഡ് നഖത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. റൈറ്റ് ഹാൻഡിൽ എൻ്റെ നഖം ഒട്ടും വളരാറില്ല കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യത്തിന് വളർന്നിട്ടുണ്ട്. അപ്പോൾ നഖം ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല നീളമുള്ള വിരലുകളായിട്ട് തോന്നും. അപ്പോൾ എൻ്റെ കൈ എന്ന് പറഞ്ഞാൽ പരന്നതാണ്. അതെന്താ അങ്ങനെയെന്ന് അറിയില്ല. ഇവിടുത്തെ ഒക്കെ ഭയങ്കര മെലിഞ്ഞിട്ടാണ്, പക്ഷേ ഇവിടെ കൈ ഭയങ്കര പരന്നിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് നഖം ഇല്ലെങ്കിൽ എൻ്റെ കൈ അത്ര ഭംഗിയില്ലാതെ തോന്നുക, ഭയങ്കര ഒരു ഉണ്ട കൈ പോലെ എനിക്ക് തോന്നാറുണ്ട്. അതല്ലെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും നഖമുള്ളത് നല്ല ഇഷ്ടം. എനിക്ക് പണ്ടേ മുതൽക്കേ നഖമുള്ളത്
എന്നുള്ളത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നഖം വളർത്തിയപ്പോൾ സന്തോഷമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതാണ് ടിപ്സ് ആൻഡ് ട്രിക്സ്. ആരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. അറ്റ്ലീസ്റ്റ് ഹോം റെമഡീസ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. സപ്ലിമെൻറ്റ്സ് ഒന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഫുഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഹോം റെമഡീസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളത് പറയൂ കേട്ടോ. ഇത് കൂടാണ്ട് വേറെ എന്തെങ്കിലും ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക. ഇത് ഞാൻ ഇപ്പോൾ എടുത്തു പറയാൻ കാരണം എൻ്റെ നഖം ഒട്ടും നല്ലതല്ലായിരുന്നു. അതിൽ നിന്ന് ഇത് വെച്ചിട്ട് ഇത്ര ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്ന ഹോം റെമഡീസ് ഒക്കെയാണ്. ഹോപ്പ്ഫുള്ളി റിസൾട്ട് ഉണ്ടാവും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം. അതുപോലെ ഹെൽപ്ഫുൾ ആയി ഞാൻ വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.